യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് അല്ല, അത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കിപ്പം മറുവിഭാഗം യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻസ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ദേ നെവർ ബിക്കം ദി കസ്റ്റോഡിയൻസ് ഓഫ് ദീസ് പീപ്പിൾ. ആ മനുഷ്യരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പല പള്ളികളും നടത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റുന്നില്ല. സെൻട്രൽ നിന്ന് ഫണ്ട് ഇട്ടിട്ടാണ് പള്ളി നടത്തിക്കൊണ്ട് പോകുന്നത് പല പള്ളികളും. അപ്പം പ്രോപ്പർട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർട്ടി എന്നുള്ളതിനപ്പുറമായിട്ട് പള്ളി, ഇത്രയും കാലം ആരാധിച്ച പള്ളി, അവർ കഷ്ടപ്പെട്ട് പണിത പള്ളി, അവരുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ ഉണ്ടാക്കിയ പള്ളി, അതും പ്ലസ് സെമിറ്ററി. ഇപ്പം സെമിറ്ററി അറ്റാച്ച്ഡ് അല്ലായിരുന്നു. ഇപ്പം വെളിയിലേക്കുള്ള അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ പള്ളികളിലൊക്കെ സെമിറ്ററി വേറെ സ്ഥലത്താണ്. സെമിറ്ററി വേറെ സ്ഥലത്തായിരുന്നുവെങ്കിൽ ആളുകളിൽ ഒരു പക്ഷേങ്കിൽ ഓക്കെ പോണെങ്കിൽ പോട്ടെ, വേറെ പള്ളി പണിത് നമുക്ക് വേറെ പോവാം, സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ള സ്റ്റാൻഡ് എടുത്തേനെ. ഇതിപ്പോൾ അതും അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ പള്ളി നഷ്ടപ്പെട്ടപ്പം അവരെല്ലാവരും പകരം പള്ളി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. മിക്കവാറും സ്ഥലങ്ങൾ ടെമ്പററിയാണ് പലതും. കാരണം അത്ര എളുപ്പമല്ല പെട്ടെന്നൊരു സ്ഥലം വാങ്ങിച്ചും പള്ളിയൊക്കെ പണിയാനൊക്കെ ആയിട്ട്. കാരണം വേറെ ഒരു പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓൾ ഓഫ് എ സഡൻ ഇറ്റ് ഓൾ ഹാപ്പൻ. ഇങ്ങനെ ഒരിക്കലും ഒരു വിധി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ അതായത് ഈ വല്ലാത്ത പൂട്ടിയത്, അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ സാവകാശം അതിന് പുറത്തു വരാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇവർ ഒന്നിനും വഴങ്ങുന്നില്ല എങ്കിൽ ഓർത്തഡോക്സ് സഭ അല്ല, അൾട്ടിമേറ്റ്ലി വീണ്ടും കോടതി പറയുന്നത് പോലെ കോടതി വീണ്ടും പറയുകയാണ്, നമ്മൾക്ക് ഇതൊന്നും തിരിച്ച് കിട്ടുകയില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അന്നേരം നോക്കാം, അന്നേരം അതിൻ്റെ വഴികൾ നോക്കാം. തിരുമേനി ഇതിപ്പം പറയുന്നത് യാക്കോബക്കാർ പള്ളി പണിയാനും ഓർത്തഡോക്സുകാർ പള്ളി അതെടുത്തോട്ട് പോകാനും നോക്കിയിരിക്കുന്നതാണ്. ആ ഒരു പറച്ചിൽ അതുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പല പള്ളികളും ഇതിനു 17 മുമ്പൊക്കെ പണിതുകൊണ്ടിരുന്ന പള്ളികൾ പണിയുമ്പോൾ അവർ പറയുമായിരുന്നു, നന്നായിട്ട് പണിതോ, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വന്നോളൂ എന്ന് പറഞ്ഞായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു. അതാണ്. അപ്പോൾ ഈ പുതിയ നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് പള്ളി പണിയുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? ആ ഒരു പേടിയും ആൾക്കാരുടെ മനസ്സിലുണ്ടല്ലോ. അതിൽ വരത്തില്ല. കാരണം അവർ വേറൊരു ഫ്രെയിമിലാണ് പള്ളി. ഓരോ പള്ളി ഇപ്പോൾ ഇൻഡിപെൻഡൻ്റാണ്. ഇപ്പോൾ വന്നപ്പോൾ സഭ എന്നുള്ള ഇതിൽ ആ ഒരു ഫ്രെയിം വർക്കിൽ നമുക്ക് പറ്റാതെ വന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും കേസ്. കാരണം ഞങ്ങളുടെ പള്ളികളെല്ലാം അവരുടെയാണ് അവകാശപ്പെടുന്നത്. ഇപ്പം ഇവിടെയുള്ള ഈ പള്ളിയും പ്രോപ്പർട്ടിയും അവർ കേസിന് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ലിസ്റ്റിലുള്ളതാണ്. അതുമൊക്കെ അവരുടെയാണെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പം യാക്കോബായ സഭ എന്ന് പറയുന്നത് അവരുടെയാണ്. അവർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. എല്ലാം അവർക്ക് അവകാശപ്പെട്ടാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. സോ അവരിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് സഭയുടെ പേരിൽ ഒരു പള്ളിയും ഇപ്പോൾ പണിയുന്നില്ല. ആ കമ്മ്യൂണിറ്റിയിൽ അവരൊരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും, അതായത് ഒരു സൊസൈറ്റി ഉണ്ടാക്കും. ആ സൊസൈറ്റിയുടെ പേരിൽ ചെയ്യുന്നു. പലപ്പോഴും പലരും മെത്രാച്ചൻ്റെ പേരൊന്നും അതിൽ വയ്ക്കത്തൊന്നുമില്ല. കാരണം വീണ്ടും മെത്രാച്ചൻ്റെ പേര് വന്ന് വീണ്ടും കേസിൽ പ്രശ്നമാകുന്നുള്ള പേടി. അച്ഛന്മാർ ചില ഒഴിവാക്കും. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സംവിധാനത്തിലാണ് ഇപ്പോൾ പോകുന്നത്. വീണ്ടും ഒരു കേസ് വന്ന് ഈ പണിയുന്ന പള്ളികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് മെത്രാച്ചന്മാരുടെ അച്ഛന്മാരുടെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടിയുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേറെ വീണ്ടും ക്ലാഷായി പോകും. അതുകൊണ്ട് നമ്മൾ സൈലൻ്റ്ലി അതിനൊക്കെ അങ്ങോട്ട് അംഗീകാരം കൊടുത്തങ്ങ് പോവുക. ഈ 60 സ്ഥലത്തും 60 പള്ളി വന്നു. പലതും ടെമ്പററിയാണ്. ചില മുളന്തുരുത്തിലിപ്പം ആ ചാപ്പൽ അത് ഇടിഞ്ഞു വീഴാറായി. പിന്നെ അവസാനം അതിപ്പം വേറെ പള്ളിയായിട്ടങ്ങ് പണിതുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു സ്ഥലത്തും മൊത്തത്തോടെ പൂട്ടി കിടന്ന് എവിടെയാണ് നമ്മുടെ ഓർമ്മ കിട്ടുന്നില്ല, കുമരകം സൈഡിൽ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ, തിരുവാർപ്പ് പള്ളി. തിരുവാർപ്പ് അതും പൂട്ടി കിടക്കുമല്ലേ ഇപ്പോൾ? അല്ല, അവരെടുത്തു. പക്ഷെ ഇപ്പം അവിടെ കാട് കയറി കിടക്കും. അവരിപ്പം അവിടെ കുർബാനയ്ക്ക് അച്ഛൻ വരണത് 2-3 വണ്ടിയിൽ ആൾക്കാരെയും കൊണ്ടാണ് തന്നെ. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. കാരണം അവിടെ 2 ഫാമിലിയേ ഉള്ളൂ. ആ 2 ഫാമിലിയിൽ തന്നെയുള്ളവർ മരിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് പേരേ ഉള്ളൂ. 2 ഫാമിലീസിൽ 3-4 പേരേ ഉള്ളൂ. അച്ഛനും കപ്പ്യാരും അതുപോലെ തന്നെ അവിടേക്ക് ആരാധനയ്ക്ക് സംബന്ധിക്കേണ്ടവരും 2-3 വണ്ടി എടുത്ത വന്ന് കുർബാന നടത്തിയിട്ട് പോകുന്നത്. അത്രയ്ക്ക് പത്തറ്റിക്കാണ്. 10-300 ഫാമിലീസ് ഉണ്ട് നമ്മുടെ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെങ്കിലും നഷ്ടപ്പെട്ട സ്കൂൾസോ നേരത്തെ തന്നെ പോയായിരുന്നു. എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസും ചർച്ച് ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാം നേരത്തെ പോയായിരുന്നു. ചർച്ച് ഭദ്രാസൻ, ഡയസിസ് സെൻറ്റേഴ്സ് എല്ലാം പഴയ ഇതിൽ തന്നെ പോയായിരുന്നു. ഈ പുതിയ ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പോയിട്ടില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പോയി. 1-2 ചില സ്ഥലങ്ങളിൽ പോയി. പള്ളിയുടെ കീഴിലുണ്ടായിരുന്നൊക്കെ പോയി. ഹോസ്പിറ്റൽസ് ഒന്നും അങ്ങനെ നമുക്ക് ഈ ലിസ്റ്റിൽ കയറി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസ് ഇല്ല ശരിക്കും പറഞ്ഞു. ഉള്ളത് പിന്നെ കോതമംഗലത്തെയാണ്.
കോതമംഗലം ചെറിയ പള്ളിയുടെ വിഷയം വന്നാൽ അവിടുത്തെ ഹോസ്പിറ്റലും സംവിധാനങ്ങൾക്കും എല്ലാം ഇഷ്യൂ വരും. കോലഞ്ചേരി നമ്മുടെ ആയിരുന്നു. കോലഞ്ചേരി പൊതുവായിട്ടുള്ളതായിരുന്നു. യോജിച്ച സഭയുടെ സമയത്ത് തുടങ്ങിയതാണ്, അല്ല അതിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അവരുടെ സംവിധാനത്തിൽ തന്നെയാണ് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഇത് വന്നിട്ടില്ല ഒരിക്കലും. പള്ളി രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും അതിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ആൾക്കാരും ഉണ്ട്. പക്ഷേ ചർച്ചിൻ്റെ ഇതിലാണ് ഭരണം നടന്നു പോകുന്നത്. ബാത്തിറീനി ഇപ്പം ദേവലോകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് യാക്കോബ സഭയാണ് ഒരു സഭേനെ പിളർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അവരിപ്പോഴും ആ ഒരു സ്റ്റാൻഡാണ്, അതായത് നമ്മൾ യാക്കോബ സഭയാണ് ഈ സഭേനെ പിളർത്തി രണ്ട് രീതിയിലാക്കി നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളത് ഇവിടെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ആരാണ് പിളർത്തിയതെന്നുള്ളതും എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ ഉണ്ടായതെന്നുള്ളതും. നമ്മൾ ആ ഒറിജിനൽ ചർച്ചിൻ്റെ ആ ഒരു ഫെയ്ത്ത് സിസ്റ്റത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പം പിളർത്തിയത് യാക്കോബായ സഭ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിളരാനുണ്ടായ സാഹചര്യങ്ങളാണ് നോക്കേണ്ടത്. ആ സാഹചര്യങ്ങൾ അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള അവർ അകന്നു പോയതുകൊണ്ടാണ് വീണ്ടും പിളർപ്പുണ്ടായത്. അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി ആണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. അത് അൺഫോർച്ചുനേറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ 2017 വിധി വന്നപ്പോഴും പാത്രിക്കീസ് ബാവ ആണ് ആദ്യം ഒരു മെട്രോപൊളിറ്റൻ കമ്മിറ്റിയൊക്കെ വെച്ച് അവരോട് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. ആ സമയത്ത് അവർ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ ഈ പള്ളി പിടിക്കുന്നതിന് പകരം പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ കോടതിയുടെ മുമ്പിൽ, വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറൻറ്റ് സിനാറിയോ. അന്ന് അവർ ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഒക്കേഷനിൽ അത് ചെയ്യാതെ ഈ പള്ളികൾ കൈവശം വയ്ക്കുന്നതിന് വേണ്ടിയാണ് മുന്നിട്ട് നിന്നു. ഇപ്പോഴും അത് തന്നെ തുടരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമാധാനം യോജിപ്പെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, നമുക്ക് ഈ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫ്രീസ് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം, നേരിട്ട് വേണേൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായങ്ങളോ അല്ലെങ്കിൽ ഇതര സഭാ ഹെഡ്സ് ചർച്ച ചെയ്തൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ദാറ്റ് ഇസ് ഡയലോഗ്. അങ്ങനെ ഡയലോഗ് നടത്തി ഒരു രണ്ട് സഭകൾ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പം യോജിപ്പെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അല്ലാതെ സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പം സഭകൾക്ക് തമ്മിൽ വ്യത്യാസമില്ലാതെ വരുന്നൊരു കാലം വരും. അങ്ങനെ ഒരു കാലത്തിലേക്ക് നാച്ചുറൽ വേയിൽ പോകണമെന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ രണ്ട് കൂട്ടരുടെയും വിശ്വാസങ്ങൾക്ക് സംഹിതകൾക്ക് പ്രശ്നം വരുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് സംരക്ഷിക്കാം. സ്വതന്ത്ര സഭയാണ്, അടിമത്വം വേണ്ട എന്നൊക്കെ അവർ പറയണത്. ഇവിടെ ആരും അടിമയോ ഉടമയൊന്നുമില്ല. നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് പോകുന്നവരാണ്. പിന്നെ എല്ലാം ഹൈറാർക്കിക്കൽ ചർച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെ, ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ചില ഹൈറാർക്കിക്കൽ ഓർഡേഴ്സുണ്ട്, ചില വിശ്വാസപരമായ ചില കാര്യങ്ങൾ. അത് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതല്ലാണ്ട് അവർ വേണ്ടിയിട്ട് വഴക്കിനും ഫൈറ്റിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ജനങ്ങൾക്ക് അവരുടെ പള്ളിയാണ്, അവരൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവരെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാനേ ഒക്കത്തുള്ളൂ. ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അവരുടെ കൂടെ നിൽക്കാതെ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ പള്ളികൾ ഈ ജനങ്ങളൊന്നും പോവാതെ നിൽക്കുന്നതും ഞങ്ങളും ജനത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് ജനങ്ങൾക്ക് പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത്. അതിലേക്ക് അവർ പെട്ടെന്നൊന്നും വന്നില്ലെങ്കിൽ ഗ്രാജുവലി വരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആ ഒരു പ്രത്യാശയുള്ളത്. കാരണം ഇവർ സാധാരണ പറയുന്നത് ഈ ഓർത്തഡോക്സിൻ്റെ ഇത് പറയുന്നത് നമ്മൾ പാത്രിക്കീസ് ബാബേനൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് യൂഷ്വലി ദാറ്റ് ഹാപ്പൻസ് അവിടുത്തെ ഡെമസ്കസോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള എന്താ പറയുക തിരുമേനിമാരുടെ കയ്യിൽ നിന്ന് അവരുടെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഡസൻ ഹാപ്പൻ. ലൈക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇപ്പം വരെ ഒരാളെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവരതാ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാം സെക്കൻഡ് ക്ലാസ് ഒരു സിറ്റിസൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഇവരുടെ പറയുന്നത്. ബേസിക്കലി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടോ? അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം കാത്തോലിക്കേറ്റ് സ്ഥാപിക്കുന്നതും മലങ്കരയിലെ ചർച്ചിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാക്കുന്നതും ഇവിടുത്തെ ചർച്ചിന് ഇവിടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡിപെൻഡൻസ്, അതൊരു ഓട്ടോണമസ്
നേച്ചർ ഓട്ടോസിഫാലസ് ഓട്ടോണമസ് നേച്ചറോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അവിടെ പേട്രിയാർക്കിൻ്റെ അംഗീകാരം വാങ്ങിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ മേജറായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ബിഷപ്സിനെ വാഴിക്കണമെങ്കിൽ വാഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പേട്രിയാർക്കിൻ്റെ ഒരു അനുഗ്രഹകൽപ്പനയുടെ ആവശ്യമുള്ളൂ. അല്ല ഫാദർമേൽ പാത്രികീസ് ബാബയായിട്ട് സെലക്ട് പേട്രിയാർക്ക് അത് ഈ ഇവിടെ ഒരു കത്തോലിക്കേറ്റ് വന്നതുകൊണ്ടാണ്. പേട്രിയാർക്കിനെ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ആ ഒരു പണ്ട് ഇപ്പോൾ ഈ പോപ്പിനെ ഇറ്റലിയിൽ നിന്ന് മാത്രമല്ലേ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ അതൊക്കെ മാറിയിട്ട് അതൊന്നും ആളായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബെനഡിക്റ്റ് മറ്റേ ബെനഡിക്റ്റിന് മുമ്പുണ്ടായിരുന്ന ജോൺ പോളണ്ടിൽ നിന്ന് വന്ന ബിഷപ്പാണ് വളരെ നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു പോപ്പ് വരുന്നത്. എന്നാൽ അവിടുത്തെ ഇപ്പോഴുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ നിന്ന് ആരും പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സിറിയയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു സിറിയൻ ചർച്ചിൻ്റെ ഒരു ഉറവിടമുണ്ടല്ലോ, സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ, അവിടെ നിന്നുള്ളവർ മതി എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഇവിടെ ഒരു കാതോലിക്കേറ്റ് ഉള്ളതുകൊണ്ടും ഇവിടുത്തെ ഭരണത്തിന് വേറെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ മതി എന്നുള്ളതാണ്. അതിനെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രേഡ് കുറഞ്ഞതായിട്ട് കാണുന്നത് അത് അപകർഷതാബോധം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. നമുക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മളങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി നമ്മളങ്ങനെ അതിലേക്ക് വേണ്ടി ഇതുവരെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിനഡൊക്കെ കൂടുമ്പം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഗ്രേസ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ ഒരു സംവിധാനമുണ്ട്, ഇവിടെ ഒരു കത്തോലിക്കേറ്റുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ആൾക്കാർ തൃപ്തരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഫീൽ ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. അവരുടെ ചർച്ചിൻ്റെ ഒരു ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ട് പേട്രിയാർക്കിൽ നിന്നും വിട്ട് സ്വതന്ത്ര സഭ ആവുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് സംവിധാനത്തെ എല്ലാ അർത്ഥത്തിലും അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ട്. അതിനിങ്ങനെയുള്ള ചില വിദേശി അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ അടിമ എന്നൊക്കെ പറഞ്ഞ് അതിനെ അവർ ചില ഫ്രേസുകൾ കൊടുത്ത് അങ്ങനെ അവരുടെ ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സംവിധാനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല.